വറഅയ്തു റജുലൻ മിൻ ഉമ്മതി, ഞാൻ ഒരാളെ കണ്ടു, ജാസിയൻ അലാ റുക്ബതൈഹി, കാലിന്റെ മുട്ടിലിങ്ങനെ ഇഴഞ്ഞു നടക്കുകയാണ്. ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അയാളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു മറയുണ്ട്. കാലിൽ ഇങ്ങനെ മുട്ടുകൊണ്ട് ഞരങ്ങി വരുന്നുണ്ട് അല്ലാഹുവിനെ കാണാൻ. ഹിജാബ് മഹ്ശറായിൽ അല്ലാഹുവിന്റെ തിരുമുറ്റത്തേക്ക് വരുമ്പോ ഹിജാബിനാൽ മറക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഫജാഅഹു ഹുസ്നു ഖുലുഖിഹി, അയാളുടെ സൽ സ്വഭാവം ഓടി വന്നു. സൽ സ്വഭാവം ഹുസ്നുൽ ഖുലുഖ് ഓടി വന്നു. ഫഅഖദ ബിയദിഹി ഫഅദ്ഖലഹു അലല്ലാഹ്, ആ സൽ സ്വഭാവം ഓടി വരികയും ഇയാളെ കൈപിടിക്കുകയും അല്ലാഹുവിന്റെ അരികത്തേക്ക് അയാളെ കടത്തിവിടുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽ സ്വഭാവിയാവുക ഇബാദത്തിന്റെ കൂടെ നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി സൽ സ്വഭാവമാണ്. ഇബാദത്തും സൽ സ്വഭാവം കൂടെ വേണം അല്ലേ? ഒരു പെണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ നബിയെ, തുദ്കറു മിൻ സ്വലാത്തിഹാ വസിയാമിഹാ കദാ വകദാ, നബിയെ അവൾ അത്രക്ക് നോമ്പ് നിൽക്കുന്നവളാ, അവൾ ഇത്രക്ക് നിസ്കരിക്കുന്നവളാ. അങ്ങനെയൊക്കെ ഉണ്ടാവും, പെണ്ണുങ്ങളിലാണ് ധാരാളം ഉണ്ടാവും അങ്ങനെ ഭയങ്കര. പക്ഷേ തുദി ജിറാനഹാ ബിലിസാനിഹാ, നാവ് കൊണ്ട് അയൽപക്കക്കാരെ ബുദ്ധിമുട്ടാക്കുന്ന പെണ്ണാണ്. എന്താ നബി പറഞ്ഞെന്നറിയോ? നിസ്കാരം എത്ര ഉണ്ട് അന്നല്ല ചോദിച്ചത്, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലേക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് പരാമർശം വന്നു, നബിയെ അവൾ കൂടുതൽ നിസ്കാരമൊന്നുമില്ല, പക്ഷേ ആരെയും ബുദ്ധിമുട്ടാക്കാത്തൊരു പെണ്ണാണ്. ഹിയ ഫിൽ ജന്ന, അവർ സ്വർഗത്തിലുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്തിന്റെ ലക്ഷ്യം തന്നെ സൽസ്വഭാവികളാവലാണ്. ഇബാദത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ സ്വഭാവം നന്നാവണം. വിനയവും താഴ്മയും, മനസ്സിൽ അസൂയില്ലാതിരിക്കുകയും ദേഷ്യമില്ലാതിരിക്കുകയും ആളുകളോട് വൈരാഗ്യം തോന്നാതിരിക്കുകയും പകരം വീട്ടാൻ തോന്നാതിരിക്കുകയും, ഇങ്ങനെയൊക്കെയാണ് മുസ്ലിം ജീവിക്കേണ്ടത്. അതാണ് ഹുസ്നുൽ ഖുലുഖ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചത് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ, നബിയേ ഖുദിൽ അഫ്വ, മാപ്പിനെ പിടിച്ചേക്കണം എന്ന് പറഞ്ഞാൽ മാപ്പ് പിടിക്കുക, മാപ്പ് കിട്ടിക്കൊള്ളുന്നില്ല, പിടിച്ചു വാങ്ങണം, മാപ്പ് ചെയ്യാൻ പഠിക്കണം. വഅ്മുർ ബിൽ ഉർഫി, നന്മ നിങ്ങൾ കൽപ്പിക്കണം. വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത മനുഷ്യന്മാർ പലരുണ്ടാകും, അവരിൽ നിന്നൊക്കെ മുഖം തിരിച്ചേക്കണം, കണ്ടില്ല എന്ന് വിചാരിച്ചേക്കണം നബിയെ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. വഹി ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ മാ മഅന ഹാദിഹിൽ ആയ, ഇങ്ങനെ ഒരായത്തിന്റെ അർത്ഥം എന്താണെന്ന് ജിബ്രീലേ എന്ന് നബി തങ്ങൾ ചോദിച്ചത് ഈ ഒരു ആയത്തിനെ സംബന്ധിച്ചാണ്. വേറെ ഒരായത്തിനെ തങ്ങൾ അങ്ങനെ ചോദിച്ചത് നമ്മൾ കാണുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്താ ജിബ്രീലെ ഈ ആയത്തിന്റെ അർത്ഥം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹത്താ അസ്അലൽ അലീമൽ ഖബീർ, എല്ലാം അറിയുന്ന അല്ലാഹുവിനോട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം നബിയെ. എന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ ആ പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? തസ്ലു മൻ ഖതഅക വതഅഫു അമ്മൻ ളലമക വതുഅതി മൻ ഹറമക, നബിയേ നിങ്ങളോട് മിണ്ടാതെ നടന്ന ആളോട് നിങ്ങൾ പോയിട്ട് മിണ്ടണമെന്നാ പറഞ്ഞതിനർത്ഥം. വതഅഫു അമ്മൻ ളലമക, നിങ്ങൾ ആക്രമിച്ച ആളാണ്, നിങ്ങളെ ദുൽമ ചെയ്ത ആളാണ്, മാപ്പ് ചെയ്തു കൊടുക്കണമെന്ന് നബിയേ. വതുഅതി മൻ ഹറമക, നിങ്ങൾക്ക് തരാതെ പിടിച്ചു വെച്ചിട്ടുണ്ട് അയാൾ, നിങ്ങൾക്ക് അല്ലാഹു തരുമ്പോ അയാൾക്ക് കൊടുത്തേക്കണം, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അയാൾ ചെയ്ത പോലെ. ഇതാണ് നബിയെ ആ ആയത്തിന്റെ അർത്ഥമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. ഹുസ്നുൽ ഖുലുഖ് അതാണെന്നാണ് സൽസ്വഭാവം, അതാണ് സൽസ്വഭാവം. എന്നല്ലാതെ ഇങ്ങോട്ട് ചിരിക്കുന്നോട് അങ്ങോട്ട് ചിരിക്കുക, എല്ലാം പൂച്ച വരെ അങ്ങനെയാണെന്നാ. ചിരിച്ചു നോക്കി പൂച്ചയോട് ദേഷ്യപ്പെട്ട് നടന്നു നോക്കി, പൂച്ച ചാടൂലേ? ആ, മൃഗങ്ങൾ അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നവരോട് അങ്ങോട്ട് ചിരിച്ച് വർത്താനം പറയാം. അത് വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ അളീം, വലിയ സൗഭാഗ്യം കിട്ടിയവർക്കല്ലാതെ ഇത് സാധ്യമല്ല. ഇങ്ങോട്ട് മിണ്ടാത്തവരോട് അങ്ങോട്ട് ചെന്ന് ഭയങ്കര പ്രയാസം. ഞാൻ മിണ്ടൂല, എന്നോട് മിണ്ടിയിട്ടില്ലല്ലോ, അങ്ങനെയല്ല, അങ്ങോട്ട് ചെന്ന് മിണ്ടേ. പിന്നെ അയാൾ മിണ്ടിയിട്ടില്ല, അത് അയാളും പഠിച്ചോളൂ. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നന്നാവാൻ നോക്കി, അൽഹംദുലില്ലാഹ് നിങ്ങളുടെ കാര്യം ശരിയായി, നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിച്ചു. ഈ സൽസ്വഭാവം നാളെ അല്ലാഹുവിന്റെ അടുത്ത് നമ്മളെ പ്രവേശിപ്പിക്കാൻ ഈ സൽസ്വഭാവം നാളെ വരുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറഅയ്തു റജുലൻ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിയിൽ ഒരാളെ ഞാൻ കണ്ടു. ഖദ് ജാഅതു സഹീഫതുഹു മിൻ ഖിബലി ശിമാലിഹി, അയാളുടെ നന്മതിന്മകളുടെ റെക്കോർഡ് കിതാബ് വരുന്നത് ഇടത് കൈയിലാണ്. കിതാബ്
ഓരോരുത്തരുടെ മുമ്പിലേക്കും പറന്നു വരുമെന്നാണ്. പേജുകൾ പറന്നു വരും. വലത് കൈയിൽ ചില കയ്യിൽ വീഴുക നമുക്ക് എടുക്കാൻ കഴിയില്ല. വലത് കയ്യിൽ വന്ന് വീണാൽ അൽഹംദുലില്ലാഹ് ഹാ ഉംഖറഉ കിതാബിയ, എന്റെ കിതാബ് നോക്കി വായിച്ചു നോക്കി, ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ ഉണ്ട് എന്ന് ഞാൻ മുമ്പേ മനസ്സിലാക്കി അങ്ങനെ ജീവിച്ച ആളായിരുന്നു എന്ന് കൂട്ടുകാരോട് എന്ന് പറയാൻ. ഇടത് കയ്യിലാ വന്ന് വീണത്, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, പടച്ചോനെ എന്തോ ഒരു നാശം റബ്ബേ, ഇത് ഞാൻ വിചാരിച്ചില്ലല്ലോ, മരിച്ച് ഇനി ഒരു ജീവിതമില്ലാതെ എനിക്കൊരു പുനർജന്മം ലഭിച്ചില്ലായിരുന്നെങ്കിൽ എന്നയാൾ കൊതിച്ചു പോകുന്ന അആദനല്ലാഹു മിൻഹം, അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇടത് കൈയിലേക്ക് കിതാബ് ഇങ്ങനെ വരാൻ ഫജാഅഹു ഖൗഫുഹു മിനല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. ഇത് അല്ലാഹുക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. എന്റെ റബ്ബിനെ പേടിക്കുന്ന ഒരാളാണ്, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരാളാണ്. ആ ഒരു പേടി ഓടി വരികയും ഫഅഖദ സഹീഫതഹു, അതവന്റെ സഹീഫത്തിനെ പിടിക്കുകയും ഫജഅലഹാ അൻ യമീനിഹി, അവന്റെ വലതുവശത്ത് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള പേടി ഉണ്ടാവുക, ഖൗഫു മിനല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കും. വേറെ ആരെ പേടിക്കേണ്ടത്? അല്ലാഹുവിനെ പേടിക്കാൻ, അല്ലാഹുവിനെ പേടിക്കേണ്ടതുള്ളൂ. മനുഷ്യന്മാരെ പേടിച്ചിട്ട് ഒരു കാര്യമില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. അബ്ദുൻ മിൻ ഇബാദില്ലാഹ് ഞാനൊരു എന്റെ ഉമ്മത്തിൽ ഒരാളെ കണ്ടു, ഖദ് ഖഫ മീസാനുഹു, അവന്റെ മീസാനിലെ തുലാസിലെ അമലുകൾ വളരെ കുറവാണ്. നന്മതിന്മകൾ തൂക്കി നോക്കുന്ന മീസാൻ, വൽ മീസാനു ഹഖ്ഖുൻ, നാളത്തെ മീസാൻ ഹഖാൻ, അത് ഉറപ്പാണ്, അത് സത്യമാണ്. ആ മീസാൻ കനം തൂങ്ങുന്ന സമയത്ത് നന്മ വളരെ കുറവാണ്, വളരെ കുറച്ചുള്ളൂ. നോക്കുമ്പോ നന്മയില്ല. അങ്ങനെ നോക്കുമ്പോ ആരാ വരുന്നറിയോ? ഫജാഅതുഹു അഫറാതുഹു ഫസഖലു മീസാനഹു, ആ മനുഷ്യന്റെ മരിച്ചുപോയ മക്കൾ ഓടി വരുന്നു. അഫറാത്ത്, ഫറത്ത്, അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലിഅബവൈഹി വദുഖറൻ വഇളതൻ വഅതിബാറൻ. അഫറാത്ത്, മരിച്ചുപോയ കുട്ടികൾ, ഒന്നിലേറെ മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ 4 മാസമായി കഴിഞ്ഞാൽ, മനുഷ്യന്റെ രൂപമായി കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിന് മനുഷ്യരൂപം പ്രാപിച്ചു കഴിഞ്ഞ് കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫറത്തിൽ പെടുമെന്നാണ്. അതുകൊണ്ട് വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഉമ്മമാർക്ക്. റബ്ബേ അങ്ങനെ സംഭവിച്ചല്ലോ. പക്ഷേ നാളെ ഈ കുട്ടി വന്ന് നമ്മ കയ്യിലേക്ക് ഈ സ്വഹീഫസ് തരികയാണെങ്കിൽ എന്തായിരിക്കും ആ സന്തോഷം, എന്തായിരിക്കും ആ സന്തോഷം. അതുകൊണ്ട് മക്കൾ മരിച്ചു പോകുന്നത് അള്ളാഹു തരുന്ന ശിക്ഷയാണെന്ന് വിചാരിക്കരുത്. അള്ളാഹു നമുക്ക് വലിയൊരു നന്മ പരലോകത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. ആ കുഞ്ഞവിടെ ജീവിക്കും, ഉമ്മയുടെയും വാപ്പയുടെയും കൂടെ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞൊരു ഹദീസ് നിങ്ങൾക്ക് അറിയില്ലേ? ഒരു സ്വഹാബി വരാറുണ്ടായിരുന്നു നബിയുടെ മജ്ലിസിൽ. അയാളുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി എപ്പോഴും തോളിലൂടെ ചാടി കളിക്കുന്ന, നബി തങ്ങൾ കണ്ടിങ്ങനെ ചിരിക്കുന്ന ആകെ ഒരു മോനുള്ളൂ. ആ മോനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആകെ ഒരു മോൻ, കുറെ കാലം കഴിഞ്ഞുണ്ടായ മോനാണ്. ആ മോനെ എപ്പോഴും പള്ളിയിലേക്ക് കൊണ്ടുവരും. ആ കുട്ടിയാണെങ്കിലോ ദേഹത്ത് കയറി മറിഞ്ഞ് ഇങ്ങനെ കളിക്കും വാപ്പയുടെ കൂടെ. കുറച്ച് ദിവസമായിട്ട് വാപ്പനെ കാണുന്നില്ല അല്ലേ. നബി തങ്ങൾ ചോദിച്ചു, ഐന ഫുലാൻ, എവിടെ പോയി മൂപ്പർ എവിടെ എന്ന് ചോദിച്ചു. നബിയെ മാത ഇബ്നുഹു യാ റസൂലല്ലാഹ് ഫഅഗ്ലഖ അലൈഹിൽ ബാബ്, വീട്ടിൽ വാതിൽ അടച്ചിരിക്കുക നബിയെ, മകൻ മരിച്ചുപോയി, ആ കുട്ടി മരിച്ചുപോയി നബിയെ. അതുകൊണ്ട് അയാൾ പള്ളിയിലേക്ക് വരാറില്ല, ഇപ്പോ വീട്ടിൽ തന്നെയാണ് നിസ്കാരമൊക്കെ, സങ്കടത്തിലാണ് നബിയെ. ഞങ്ങൾ പറഞ്ഞു നമുക്ക് പോയി നോക്കാം, സന്ദർശിക്കാൻ പോവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. അയാൾ ചെന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ കുട്ടി നിങ്ങൾ ജീവിച്ച അത്ര കാലം, നിങ്ങൾ ജീവിച്ച അത്രയും കാലം നിങ്ങളുടെ കുഞ്ഞ് ജീവിക്കലാണോ? പിന്നെ കുട്ടി മരിച്ചു പോവും, അതാണോ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? അതല്ല, ആ കുട്ടി നാളെ സ്വർഗത്തിൽ നിങ്ങൾ കയറി ചെല്ലുമ്പോ ഏത് വാതിലൂടെ കടന്നാലും മർഹബൻ ബി അബി, വാപ്പ വരിൻ എന്ന് പറഞ്ഞ് വാപ്പയെ സ്വീകരിക്കാൻ ആ കുഞ്ഞു നാളെ സ്വർഗത്തിൽ കാത്തിരിക്കലാണ്. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. നബിയെ ഞാൻ ക്ഷമിക്കാം നബിയെ, എന്റെ കുഞ്ഞിനെ എനിക്ക് പരലോകത്ത് കണ്ടാൽ മതി, എങ്കിൽ നിങ്ങൾക്കതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ജാഅഹു വഫറാതുഹു. അള്ളാഹ് മക്കൾ മരിച്ചു പോകുന്നത് അങ്ങനെയാണ്. അത് കാരണം അല്ലാഹു തആല ആ മക്കൾ കാരണം അവരുടെ മീസാനിൽ കനം തൂക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.